നമസ്കാരം, സുബിനാണ്. ഇന്നത്തെ കഥ ഒരു കുട്ടിക്കഥയാണ്. കുട്ടിക്കഥ എന്ന് പറയുമ്പോൾ ഒരു തമാശ കഥ, ഒരു കൊച്ചു കഥ. പക്ഷെ ഈ കഥ ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി ഒരുപാട് പ്രാധാന്യമുള്ള, ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ കഥ ഇങ്ങനെയാണ്. ഒരിക്കലൊരു വിമാനം ഉണ്ടായിരുന്നു. വിമാനം ഭയങ്കര അഹങ്കാരിയായിരുന്നു. തന്നെ പോലെ മറ്റാർക്കും പറക്കാൻ കഴിയില്ല, തന്നെ പോലെ അത്രയും ദൂരത്തിൽ ആർക്കും പറക്കാൻ കഴിയില്ല എന്നൊക്കെ ഭയങ്കര അഹങ്കാരമായിരുന്നു. എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയും, ഒരുപാട് വേഗത്തിൽ പറക്കാൻ കഴിയും എന്നൊക്കെ വിമാനത്തിനൊരു ധാരണയുണ്ടായിരുന്നു. വഴിയിൽ കാണുന്ന പക്ഷികളെയും എല്ലാം ഒക്കെ പുച്ഛത്തോടെയാണ് നോക്കിയിരുന്നത്. വഴി മാറട മുണ്ടക്കൽ ശേഖര എന്നൊക്കെ ഒരു ലൈനിലാണ് ഈ വിമാനം പറന്നിരുന്നത്. ഒരു ദിവസം വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുകൂടെ റോക്കറ്റ് പാഞ്ഞു പോകുന്നത് കണ്ടു. റോക്കറ്റ് പാഞ്ഞു പോകണ കണ്ടപ്പോൾ വിമാനത്തിൽ സഹിക്കാൻ കഴിഞ്ഞില്ല. വിമാനം എന്ത് ചെയ്തു? തൊട്ടു പിന്നാലെ വെച്ച് പിടിക്കാൻ നോക്കി. ഒരുപാട് വേഗത്തിൽ പറക്കാൻ നോക്കിയൊരു വിമാനത്തിന് റോക്കറ്റിന്റെ 7 അയലത്തെത്താൻ കഴിഞ്ഞില്ല. വിമാനത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. വിമാനത്തിന് മനസ്സിലായി തന്നേക്കാൾ കൂടിയ ഒരു ഇനമാണ് പോകുന്നത് എന്ന്. വിമാനം റോക്കറ്റിനെ വിളിച്ചു. ചേട്ടാ എനിക്കൊരു സംശയം ചോദിക്കാണ്ട്, ഒന്ന് നിൽക്കുമെന്ന് ചോദിച്ചു. റോക്കറ്റ് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് തമാശ പറഞ്ഞിരിക്കാനുള്ള നേരില്ല. ഞാൻ ഒരുപാട് തിരക്കിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ തമാശക്ക് നിൽക്കാൻ എനിക്ക് നേരില്ല. വിമാനം പറഞ്ഞു, ചേട്ടാ തമാശ പറയാനല്ല ചേട്ടാ, എനിക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യം ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ചേട്ടാ ഒന്ന് നിൽക്ക് പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ റോക്കറ്റ് പറഞ്ഞു, നീ എത്രയും വേഗം ഒന്ന് കാര്യം പറയും, എനിക്ക് ചെന്നിട്ട് കാര്യമുണ്ട്, നീ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വിമാനം ചോദിച്ചു, ചേട്ടൻ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ പറക്കാൻ കഴിയുന്നത്? ഞാൻ ഒരുപാട് തവണ ചേട്ടൻ്റെ പിന്നാലെ എത്താൻ നോക്കി, ചേട്ടൻ്റെ ഒപ്പം പിടിക്കാൻ നോക്കി, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ചേട്ടൻ എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് ഒന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അത് റോക്കറ്റ് വിമാനത്തിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ എൻ്റെ ബാക്കിലേക്ക് ഒന്ന് നോക്കിയാൽ തീ കത്തിനണ്ട. മറ്റുള്ളവർ വന്ന് നമ്മുടെ മൂട്ടിൽ തീടുമ്പോൾ നമുക്ക് ഇങ്ങനെ അല്ലാണ്ട് ജീവൻ മരണ പോരാട്ടം അല്ലാണ്ട് നടത്താൻ കഴിയില്ല. ഞാനതുകൊണ്ട് എൻ്റെ ജീവനും കൊണ്ട് ഓടുന്നതാണ്. എനിക്കൊരു ലക്ഷ്യത്തിലെത്തണം, അതുവരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞു. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ പരാജയപ്പെടുമ്പോൾ, നമ്മൾ ഒന്ന് വീഴ്ച വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴൊക്കെ മറ്റുള്ള ആളുകളൊക്കെ നമ്മളെ പുച്ഛിക്കുമ്പോൾ, കളിയാക്കുമ്പോഴൊക്കെ നമ്മൾ തകർന്നു പോകും. പക്ഷെ പകരം അതൊരു അവസരമാക്കി എടുക്കുകയാണെങ്കിലോ, ചിലപ്പോൾ നമ്മുടെ സാമ്പത്തികമായി നമ്മൾ പരാജയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽപരമായിട്ട് നമ്മൾ ഒന്ന് വീഴ്ച ഉണ്ടാകുമ്പോൾ, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് കരുതുന്ന ആളുകൾ പോലും നമ്മളെ വല്ലാതെ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് കളയും, നമ്മളെ ഒന്നും വല്ലാതാക്കി കളയും. ആ നിമിഷങ്ങളിലൊക്കെ നമ്മൾ ആകെ സ്വയം പശ്ചാത്തപിക്കും, അല്ലെങ്കിൽ സ്വയം കുറ്റം പറയുന്നതിന് പകരം നമ്മളത് ഊർജ്ജമാക്കിയെടുത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും വിജയിക്കും. അത്തരം ഇൻസൾട്ട് അനുഭവിച്ചവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇൻസൾട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.